ദൈവനാമം വാഴ്ത്തപ്പെടുമാറാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ആശ്വാസനാഥം എന്ന ശുശ്രൂഷയുടെ 57-ാമത്തെ സെക്ഷനിലേക്ക് പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ നാമത്തിലെ സ്നേഹബന്ധങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്കായി 36-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നു: നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. ദൈവം ചെയ്യുന്നതായ, തൻ്റെ ഭക്തർക്ക് വേണ്ടി ചെയ്യുന്നതായ ഒരു കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. ഇന്നത്തെ സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ തൃപ്തരല്ല ജനം. കുടുംബത്തിലായാലും കലാലയങ്ങളിലായാലും തൊഴിൽശാലയിലായാലും സമൂഹത്തിലായാലും അവിടെ പരസ്പരമുള്ള ബന്ധത്തിൽ അവരെന്തല്ല, തൃപ്തരല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞതാണ്: നീ അവരെ ആലയത്തിലെ പുഷ്ടി അനുഭവിച്ചുകൊണ്ട് തൃപ്തരാകും. അടുത്തത്, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കും. കണ്ണുനീർ കുടിച്ച് ജീവിക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ കണ്ണുനീരും പരിതാപവും പട്ടിണിയും പരിവട്ടവും കഷ്ടതയും നെടുവീർപ്പായി ജീവിക്കുന്നൊരു കാലഘട്ടമാണ്. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിരാശരായിട്ട് എനിക്കിനി ജീവിതം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേർ ചുറ്റുപാടുണ്ട്. ചിലർ പറയാറുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് ഞാൻ മരിക്കാത്തത്, എന്നെ രോഗികളായ മാതാപിതാക്കളെ ഓർത്തിട്ട് തന്നെ ഞാനിവിടെ പോയാൽ അവർക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മരിക്കാതെന്നൊക്കെ പറയാറില്ല. അത്രമാത്രം ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവവചനം പറയുക, ദൈവം എന്ന ജനത്തെ ആനന്ദ നദിയിൽ കുടിപ്പിക്കേണ്ടതായിത്തീരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളും പ്രയാസങ്ങളും ദൈവത്തെ സേവിക്കുന്നവർക്കില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ ആ കഷ്ട നടുവിലും വിടുതലും ആശ്വാസവും ദൈവത്തെ ലഭിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ളതായ സന്തോഷവും അവന് ലഭിക്കുന്ന പ്രത്യാശയും. കാരണം എന്താണ്? നമ്മൾ 16-ാം സങ്കീർത്തനം 11-ാം വാക്യം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്, അത് കാണാൻ കഴിയുന്നുണ്ട്. സന്തോഷത്തിൻ്റെ പരിപൂർണത നമുക്കറിയാം. ഇന്ന് സന്തോഷം അനുഭവിക്കാൻ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അഥവാ ഏതെങ്കിലും നിലകൾക്ക് അല്പസ്വല്പ സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും നിലനിൽക്കുന്നതല്ല, ക്ഷണികങ്ങളാണ്. എന്നാൽ ദൈവസന്നിധിയിൽ എന്തുണ്ട്? സന്തോഷത്തിൻ്റെ പരിപൂർണത ഉണ്ട്. അപ്പോൾ സന്തോഷ പരിപൂർണത അനുഭവിക്കുവാനായിട്ട് നീ ഓടിച്ചെല്ലുന്ന സ്ഥലം ഏതാണെന്ന് അറിയുമോ? ദൈവത്തിൻ്റെ സന്നിധിയാണ്. ആർക്കും ഓടിച്ചെല്ലാം, എപ്പോഴും ഓടിച്ചെല്ലാം. ദൈവം കരുണ്യവാനാണ്, സ്നേഹവാനാണ്, കൃപാലുവാൻ. ആർക്കും, നമ്മളിവിടെ മനുഷ്യന് ഒരുപാട് വേറുപാടുകൾക്ക് വെടിക്കെട്ടുണ്ടാക്കിയിട്ടുണ്ട്, വേലിക്കെട്ട് മുതൽക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവത്തിന് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. എപ്പോഴും ചെല്ലാം, ആർക്കും ചെല്ലാം. ദൈവത്തിനെ നിശ്ചയമുണ്ട് അനുഗ്രഹിപ്പാൻ, സഹായിപ്പാൻ, അവൻ്റെ സന്തോഷത്താലും അവൻ്റെ സമാധാനത്തിൽ നിന്ന് നിറയ്ക്കുവാനിടയായിത്തീരും. നമ്മൾ യിരെമ്യാ പ്രവചനം 50-ാം അധ്യായം അതിൻ്റെ 33 വചനങ്ങൾ പഠിക്കുമ്പോൾ കാണുന്ന കാര്യം എന്താ അറിയാമോ? ദൈവത്താൽ ഒരു സ്വസ്ഥത ഉണ്ടാകുന്നു. അവിടെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയവർക്ക് വീട്ടുകാരിപ്പം മനസ്സില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അവിടെ ഒടുവിൽ പറയുന്നത് ദൈവത്താലുള്ള സ്വസ്ഥത ഉണ്ടാകുന്ന എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഏതുമാകട്ടെ, കഷ്ടതയോ പ്രയാസമോ ഉപദ്രവമോ കടഭാരമോ നിന്നയോ എന്തുവാകട്ടെ,
നിങ്ങൾക്ക് സ്വസ്ഥത നൽകുവാനായിട്ട് ദൈവത്തിന് കഴിയും. ദൃശ്യമായും സ്വസ്ഥത നൽകുവാനിടയായിത്തീരുന്നതാണ്. 21 സങ്കീർത്തനം 6 വാക്യം വായിക്കുമ്പോൾ ദൈവസന്നിധിയിലെ സന്തോഷം കൊണ്ട് ആനന്ദിപ്പിക്കുന്ന കാണാൻ കഴിയുന്നുണ്ട്. 21 സങ്കീർത്തനം 6 വാക്യം എവിടെ സന്തോഷം കൊണ്ടാ? ദൈവത്തിൻ്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് ആനന്ദിപ്പിക്കും. ഇവിടെ മനുഷ്യൻ സന്തോഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല വിനോദോപാധികളുണ്ട് ഇവിടെ മനുഷ്യൻ സന്തോഷിപ്പിക്കാനായിട്ട്. പക്ഷെ അതെല്ലാം ആശ്രയിച്ച് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ സമ്പത്ത് നഷ്ടമാകുന്നുണ്ട്. ചില വിനോദോപാധികളെ ആശ്രയിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്. അത് മുഖാന്തരം കുടുംബത്തിൻ്റെ സ്ഥിതികളെല്ലാം താറുമാറായ ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിന് നമുക്ക് ദോഷം വരുത്തുന്നതല്ല, മറിച്ച് നമ്മൾ അനുഗ്രഹപൂർണരായിത്തീരുകയും സന്തോഷപൂർണരായിത്തീരുകയും ചെയ്യണം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ചിന്ത. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക. മനുഷ്യന് ചിലപ്പോൾ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ കേട്ടിട്ടുണ്ട്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. 21 സങ്കീർത്തനം 3 വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: നന്മയുടെ അനുഗ്രഹത്താൽ നീ അവനെതിരേറ്റ് തങ്കക്കിരീടത്തെ തലമേൽ വയ്ക്കുന്നു. ദൈവം തന്നെ ഭക്തനെ എങ്ങനെയാണ് ചെയ്യുന്നത്? നന്മയുടെ അനുഗ്രഹത്താൽ. നന്മയുടെ അനുഗ്രഹത്താൽ. ആഹാ, ദൈവത്തിൻ്റെ സ്നേഹം നോക്കിയേ, ദൈവത്തിൻ്റെ കരുതൽ നോക്കിയേ. ജീവിതത്തിൽ ഒരു നന്മയും കാണുവാൻ കഴിയുന്നില്ല. എല്ലാം നഷ്ടമാണ്, എല്ലാം കഷ്ടമാണ്. എനിക്ക് ശുഭഭാവി ഉണ്ടാകണമെന്ന് നീ പറയുമ്പോൾ വചനം പറയുന്നത് ദൈവം എങ്ങനെ ചെയ്യുന്നു? നന്മയുടെ അനുഗ്രഹങ്ങളാൽ അതിനെതിരെ ഏൽക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കൂടെ പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ച് ജീവിക്കുക എന്ന് പറയാൻ കാരണം അതാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കാത് മന്ദമായി പോയിട്ടില്ല. യെശയ്യാപ്രവചനത്തിലൊരു വാക്യമാണ് 59-ാം അധ്യായത്തിൽ. പിന്നെ എന്താ കുഴപ്പം എന്തുവാ? അപ്പം അതിനെങ്ങനെ പറയുന്നത്? നിന്നെയും നിന്റെ ദൈവത്തെ തമ്മിൽ അകറ്റുന്നത് അകൃത്യങ്ങളാണെന്നാണ്. നമ്മുടെ തെറ്റുകളാണ്, നമ്മുടെ പാപങ്ങളാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അവയ്ക്കാണ് ക്രമീകരണം വേണ്ടത്. അപ്പോൾ തെറ്റുകളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന് കൃപയ്ക്കായി യാചിക്കുമ്പോൾ ദൈവം തെളിൽ ക്ഷമിക്കും. എന്നിട്ട് നേടാം ശിഷ്ടായുസ് ദൈവത്തെ ഭയപ്പെട്ടും അനുസരിച്ചും ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവനെ നന്മയുടെ അനുഗ്രഹങ്ങളാൽ എതിരേൽപ്പാനിടയായിത്തീരും. ഇനി യിരെമ്യാപ്രവചനം മുമ്പ് പഠിക്കുമ്പോഴേ 31-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പഠിക്കുമ്പോഴേ, യിരെമ്യാവ് 31-12 പഠിക്കുമ്പോൾ ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മകളൊന്നും കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ പൊന്നെ, നേരത്തെ നമ്മൾ വായിച്ച നന്മയുടെ അനുഗ്രഹങ്ങളാലെന്നാ. ആ നന്മയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ചെറിയൊരു വിവരണം നൽകുക. എന്തൊക്കെയാണ് നന്മയുടെ അനുഗ്രഹങ്ങൾ? ധാന്യം ആവശ്യത്തിനുണ്ടെങ്കിൽ എന്തില്ല കുഞ്ഞെ? ക്ഷാമമുണ്ടോ പിന്നെ? അല്ലേ? അപ്പോൾ നിൻ്റെ അന്നത്തെ അപ്പത്തിനുള്ള വഴിയെല്ലാം ദൈവം നൽകുവാനിടയായിത്തീരും. ദൈവം നിന്നെ സംരക്ഷിക്കുമ്പോൾ, ദൈവം നിന്നെ സൂക്ഷിക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നീ ദൈവത്തിനോട് നിൽക്കാമെങ്കിൽ ദൈവത്തിന് വേണ്ടി കരുതേണ്ടതായിത്തീരും. ആഹാബിൻ്റെ കാലഘട്ടത്തിൽ ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതായിത്തീർന്നപ്പോൾ അതുവരെ കേട്ട് കേൾവിയില്ലാത്ത നിലകൾ ദൈവനെ പോഷിപ്പിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ ബദലേ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, നിശ്ചയമായും ദൈവത്തിനെ സംരക്ഷിക്കുവാൻ സൂക്ഷിപ്പാൻ ഇടയായിത്തീരും. എന്തൊക്കെ നന്മയാണ്? ധാന്യം, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിങ്ങനെയുള്ള യഹോവയുടെ നന്മകൾ. ആ 31-ാം തീയതി യിരെമ്യാ 33-13 വായിക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാകും, നീ ക്ഷീണിച്ചു പോകുകയില്ല. ചുട്ടുപൊള്ളുന്ന അനുഭവത്തിൽ കടന്നു പോയിട്ടേ
വാറചട്ടിയുടെ അനുഭവമാണ്, തീച്ചൂളയുടെ അനുഭവമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് നിന്നെ എന്താക്കും? നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാക്കും. ഈ വേനൽക്കാലത്തൊക്കെ നനയ്ക്കുന്ന തോട്ടത്തിൽ നടന്നു പോകണം. എന്നെ കുളിർമയാണെന്നറിയാവോ? നമ്മളാ ചുട്ടുപൊള്ളുന്ന വെയിലത്തിൽ കയറി നടന്നു വന്നിട്ട് ആ തിരുവനന്തപുരത്ത് നനയ്ക്കുന്ന ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി നടന്നു നോക്കി. AC ഒന്നും വേണ്ടെന്നേ, അതുപോലെ നനവാ. കർത്താവിനെ പറയാം, നിന്നെ കർത്താവ് എങ്ങനെയാക്കും? നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെയാക്കും. നീ ക്ഷീണിച്ചു പോകുകയില്ല. നാളുകളിലെ ജീവിതാനുഭവങ്ങൾ വെച്ച് നോക്കി ക്ഷീണിച്ചും മടുത്തും നീ ജീവിതം വേണ്ടെന്ന് ചിന്തിക്കുന്ന വ്യക്തിയോട് നിന്നോട് ദൈവാത്മ പറയുക, കുഞ്ഞെ നീ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിന്നെ പ്രാണനെ നനഞ്ഞ തോട്ടം പോലെയാക്കും, നീ ക്ഷീണിക്കേണ്ടി വരികയില്ല. അത് അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കണേ, ദുഃഖം മാറ്റി സന്തോഷമാക്കും. ജീവിതത്തിൽ നിന്ന് വർഷങ്ങളായി അനുഭവിച്ച ദുഃഖങ്ങളുണ്ട്, മാസങ്ങളായി, ആഴ്ചകളായി, ദിവസങ്ങളായി നീ അനുഭവിക്കുന്ന ചില ദുഃഖങ്ങളുണ്ട്. അതിനെ പറയുന്ന ദുഃഖം കർത്താവ് മാറ്റുവാനിടയായിത്തീരും. നീ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന വിഷയം എന്തുമാകട്ടെ, ഏറ്റവും ഭാരപ്പെടുന്ന വിഷയം ഏതുമാകട്ടെ, ദൈവത്തിൻ്റെ പരിസ്ഥിതി പറയുന്നതിനെ ദുഃഖം മാറ്റി അവൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതായിത്തീരും, സന്തോഷമാക്കും. ആശ്വസിപ്പിച്ച് സന്തോഷം പോക്കി നിന്നെ ആശ്വസിപ്പിച്ച് സങ്കടം പോക്കി നിന്നെ സന്തോഷിപ്പിക്കും. സങ്കടപ്പെടുന്ന വിഷയങ്ങളുമായി നമുക്ക് ഉദ്ദേശിച്ച് കിടന്നതല്ല, അത് ഏതൊരു വിഷയമാകട്ടെ, ആ സങ്കടത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അത് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ദൈവം നിന്നെ ഈ സന്തോഷം കേൾപ്പിക്കുന്നത്. ഒരു പക്ഷേ നിനക്ക് ഈ സന്തോഷം കേൾക്കുവാനായിട്ട് സാധ്യതയില്ലായിരിക്കാം, ഔപചാരികമായിട്ട് നിൽക്കേണ്ടതായിരിക്കാം. ഞാൻ പറയും, കുഞ്ഞെ നിന്നെ അവൻ സങ്കടം പോക്കി സന്തോഷം അനുഭവിക്കേണ്ടതായിത്തീരും. അതിൻ്റെ 14-ാം വാക്യം, പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും, എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. എന്തായത്? എൻ്റെ ജനം അഥവാ ദൈവത്തിന് ജനം. ആരെ നന്മ കൊണ്ടാ? ദൈവത്തിന് നന്മ കൊണ്ട്. മനുഷ്യൻ്റെ നന്മ കൊണ്ടല്ല, ദൈവത്തിന് നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. നമ്മൾ തുറക്കൽ പറഞ്ഞില്ലേ, തൃപ്തിയില്ലാത്ത സമൂഹമാണെന്ന്. നമ്മുടെ ദൈവവചനം പറയാ, എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ഓർക്കുക, ധ്യാനിക്കുക. ധ്യാനിക്കുമ്പോൾ പ്രാണനും അജയ മേധസ്സും കൂടെ എന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ സന്തോഷമുള്ളതിരങ്ങളാൽ നിന്നെ സ്തുതിക്കും. 63 സങ്കീർത്തനം 5-6 വാക്യങ്ങൾ. ദൈവം സമാധാനം തരുന്ന ദൈവമാണ്, സന്തോഷം നൽകുന്ന ദൈവമാണ്, നമ്മൾ നന്മ കൊണ്ട് എതിരേൽക്കുന്ന ദൈവമാണ്, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവമാണ്, നമ്മുടെ സങ്കടം പോക്കി നമ്മെ സന്തോഷിക്കുന്ന ദൈവമാണ്, നമ്മുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കുകയും നന്മയുടെ തൃപ്തി ദൈവമാകിയാൽ ആ ദൈവത്തെ ധ്യാനിച്ചും ആ ദൈവത്തോട് പ്രാർത്ഥിച്ചും അതിനനുസരിച്ചും ജീവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, തന്ന ശിക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജീവിതത്തിൽ ആരെല്ലാം തൃപ്തരല്ലാതെ സങ്കടവുമായി ദുഃഖമായി പോകുന്നുണ്ടോ, നീ അവരെ സഹായിക്കണമേ. അവസരത്തെ മാറ്റം വരുത്തുമാറാകണമേ. അവരുടെ സങ്കടങ്ങളെ കർത്താവ് പോക്കണമേ. സന്തോഷം അവരെ അണിയിപ്പിക്കുമാറാകണമേ. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവരെ സന്തോഷിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുനാമം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതിനും കർത്താവിൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കുന്നുണ്ട്. നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.